പ്രിയ വിദ്യാർത്ഥികളെ, 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ. ഈ ലെസൺ അഥവാ ഈ സ്പീച്ചിൻ്റെ ഒരു സമറിയും ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കാദ്യം ഈ ലെസന്റെ സമറി വായിക്കാം. ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ. സമറി. Srikanth Bella, a successful entrepreneur, shares the inspiring story of his life through a speech. ജീവിത പ്രയാസങ്ങൾ തരണം ചെയ്ത് വിജയം വരിച്ച ഒരു വ്യവസായ സംരംഭകനായ ശ്രീകാന്ത് ബെല്ല അദ്ദേഹത്തിന്റെ വളരെ പ്രചോദനദായകമായ ജീവിത കഥ നമ്മോടൊരു പ്രഭാഷണത്തിലൂടെ പങ്കുവയ്ക്കുന്നു. Born to poor, uneducated farmers, Srikanth was blind by birth. വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ജന്മന അന്ധനായിരുന്നു. Some people saw him as a burden and even suggested he should be smothered. അദ്ദേഹം ജനിച്ച ഉടനെ തന്നെ ചിലരൊക്കെ അദ്ദേഹത്തെ ഒരു ഭാരമായി കണ്ടു. ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതാണ് നല്ലതെന്ന് പോലും ചിലർ നിർദ്ദേശിച്ചു. But his parents showered on him immense love and care. എന്നാൽ അദ്ദേഹത്തിന്റെ രക്ഷിതാക്കൾ അദ്ദേഹത്തിന്റെ മേൽ വർദ്ധിച്ച സ്നേഹവും കരുതലും ചൊരിഞ്ഞു. Though they earned only 20,000 rupees a year, Srikanth considered them the richest couple in the world. ഒരു വർഷത്തിൽ വെറും 20,000 രൂപ മാത്രം സമ്പാദിച്ചിരുന്ന ശ്രീകാന്തിന്റെ രക്ഷിതാക്കൾ അദ്ദേഹം എന്നാൽ കണ്ടത് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ദമ്പതികൾ എന്ന നിലക്കായിരുന്നു. അതിനുള്ള കാരണം നോട്ട് ഫോർ their wealth, അവരുടെ വരുമാനത്തിലൂടെയോ സമ്പത്തിലൂടെയോ അല്ല ആ രക്ഷിതാക്കളുടെ സമ്പന്നതയെ അദ്ദേഹം പരിഗണിച്ചത്, ബട്ട് ഫോർ their love ആൻഡ് കെയർ. തങ്ങളുടെ അന്ധനായി ജനിച്ച കുഞ്ഞിനോട് ആ രക്ഷിതാക്കൾ കാണിച്ച സ്നേഹവും കരുതലും ആ ഹൃദയ വിശാലതയെയാണ് അദ്ദേഹം റിച്ച്നെസ്സായി, സമ്പന്നതയായി പരിഗണിച്ചത്. ആസ് എ ചൈൽഡ്, ശ്രീകാന്ത് tried to help his father in the fields, but his physical challenges made it difficult. ഒരു കുട്ടിയായിരുന്നപ്പോൾ തന്നെ കർഷകനായിരുന്ന തന്റെ രക്ഷിതാവിനെ കൃഷിഭൂമിയിൽ സഹായിക്കാൻ ശ്രീകാന്ത് ശ്രമിച്ചിരുന്നു. എന്നാൽ തന്റെ ശാരീരിക പരിമിതികൾ അദ്ദേഹത്തിന് പ്രയാസമായി അനുഭവപ്പെട്ടു. ഹിസ് ഫാദർ then chose education as his path. അങ്ങനെയാണ് തന്റെ പിതാവ് വിദ്യാഭ്യാസത്തിലൂടെയാണ് തന്റെ മകൻ വളർന്നു വരേണ്ടത് എന്ന തീരുമാനമെടുത്തത്. In schools, Srikanth faced neglect and loneliness. എന്നാൽ സ്കൂളിൽ ശ്രീകാന്തിന് അവഗണനയും ഏകാന്തതയും നേരിടേണ്ടി വന്നു. Later, he joined a special school in Hyderabad, where he excelled, became a top student and represented India in chess and cricket. എന്നാൽ പിന്നീട് ഹൈദരാബാദിലെ വൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ സ്കൂളിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. അവിടെ അദ്ദേഹം എല്ലാവരെയും പിന്നിലാക്കി ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻ്റായി മാറി. മാത്രമല്ല, പഠനത്തിനുമപ്പുറം ചെസ്സിലും ക്രിക്കറ്റിലും അദ്ദേഹം രാജ്യത്തെ പ്രതിനിധീകരിച്ചു. He also worked with Dr. APJ Abdul Kalam on various projects. മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാമുമായി പല പ്രോജക്റ്റുകളിലും അദ്ദേഹത്തിനും പങ്കുചേർന്ന് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. After scoring over 90% in 10th grade, he wanted to study science at Andhra Pradesh State Board. അങ്ങനെ 90% മാർക്കോടുകൂടി 10th ക്ലാസ് പാസ്സായ ശ്രീകാന്തിന് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡിന് കീഴെ സയൻസ് വിഷയമെടുത്ത് പഠിക്കണമെന്ന മോഹമുണ്ടായിരുന്നു. ബട്ട് വാസ് ഡിനൈഡ് അഡ്മിഷൻ ഡ്യൂ ടു ഹിസ് ബ്ലൈൻഡ്നെസ്. എന്നാൽ തൻ്റെ ബ്ലൈൻഡ്നെസ്, അന്ധത കാരണം അദ്ദേഹത്തിന് സയൻസ് വിഷയത്തിൽ അഡ്മിഷൻ നിഷേധിക്കപ്പെട്ടു. He fought a legal battle against the government and won. അങ്ങനെ ഗവൺമെന്റിനെതിരെ ഒരു നിയമ പോരാട്ടത്തിൽ അദ്ദേഹം ഏർപ്പെടുകയും ആ നിയമയുദ്ധത്തിൽ അദ്ദേഹം വിജയം വരിക്കുകയും ചെയ്തു. Eventually scoring 98% in exams. അതുവഴി സയൻസ് വിഷയം എടുത്ത് പഠിക്കുകയും 98% മാർക്കോടുകൂടി അദ്ദേഹം പരീക്ഷ പാസ്സാവുകയും ചെയ്തു. Again he was rejected by IIT. എന്നാൽ വീണ്ടും അദ്ദേഹത്തിന് ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ നിഷേധിച്ച് അദ്ദേഹത്തിന് അവഗണനകൾ നേരിടേണ്ടി വന്നു. He was rejected by IIT. IIT പോലുള്ള സ്ഥാപനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായില്ല, നിഷേധിച്ചു.
but was accepted by top US universities and he chose MIT. എന്നാൽ അമേരിക്കയിലെ ഉയർന്ന യൂണിവേഴ്സിറ്റികൾ സ്ഥാപനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. അവസാനം അദ്ദേഹം MIT അഡ്മിഷൻ സ്വീകരിച്ചു. ശ്രീകാന്ത് റിട്ടേൺ ടു ഇന്ത്യ ടു സപ്പോർട്ട് ദ ഡിസാബിൾഡ്. അമേരിക്കയിൽ പഠനം പൂർത്തീകരിച്ച് അമേരിക്കയിൽ തന്നെ അദ്ദേഹത്തിന് ജോലി നേടാമായിരുന്നു. എന്നാൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു പോന്നു. ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ബൊലാൻഡ് ഇൻഡസ്ട്രീസ്. ഇന്ത്യയിൽ വന്ന് ബൊലാൻഡ് ഇൻഡസ്ട്രീസ് എന്ന ഒരു കമ്പനി സ്ഥാപിച്ചു. ദ കമ്പനി എംപ്ലോയ്സ് മോർ ദാൻ 150 disabled individuals and provides supports on jobs and education. ഈ കമ്പനിയിൽ 150-ലധികം വൈകല്യമുള്ള തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. മാത്രമല്ല കമ്പനി വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും ധാരാളം ഡിസാബിൾഡ് ആയിട്ടുള്ള വൈകല്യം അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായവും സപ്പോർട്ടും ചെയ്തു വരുന്നു. ശ്രീകാന്ത് urges us to help others thrive. ശ്രീകാന്ത് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് മറ്റുള്ളവരെ ജീവിതത്തിൽ വിജയിക്കാനും മുന്നേറാനും വളരാനും സഹായിക്കുക. ആൻഡ് ടു റിമൂവ് ലോൺലിനെസ് ഫ്രം their lives. മറ്റാളുകളുടെ ജീവിതത്തിൽ നിന്ന് അവർ അനുഭവിക്കുന്ന ഏറ്റവും പ്രയാസകരമായ ദാരിദ്ര്യമായ ഏകാന്തത, ഒറ്റപ്പെടൽ, മാറ്റി നിർത്തൽ, അതെല്ലാം ഒഴിവാക്കി കൊടുക്കുക, അവരെയും ചേർത്ത് പിടിക്കുക. He also reminds us that when we do something good, we are the first to benefit. അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നാം തന്നെയായിരിക്കും ആ നന്മയുടെ ആദ്യ ഫലം അനുഭവിക്കുന്നവർ. Now, let's examine the questions and their answers answer while we read. Question A. Why does Srikanth say that his parents were the richest couple in the world? എന്തുകൊണ്ടാണ് ശ്രീകാന്ത് പറയുന്നത് അദ്ദേഹത്തിന്റെ രക്ഷിതാക്കളായിരുന്നു ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ദമ്പതികളെന്ന്? Though Srikanth's parents were poor, they had truly rich hearts. ശ്രീകാന്തിന്റെ രക്ഷിതാക്കൾ വളരെ പാവങ്ങളായിരുന്നെങ്കിലും അവർക്ക് വളരെ സമ്പന്നമായ ഹൃദയമുണ്ടായിരുന്നു. When he was born blind, some suggested he should be smothered, but his parents showered on him immense love and care. ഒരു അന്ധബാലനായി പിറന്നു വീണപ്പോൾ തന്നെ ശ്രീകാന്തിന്റെ അച്ഛനമ്മമാരോട് ചിലരൊക്കെ നിർദ്ദേശിച്ചു അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച് വധിക്കുന്നതാണ് നല്ലതെന്ന്. എന്നാൽ ആ രക്ഷിതാക്കൾ തങ്ങളുടെ അന്ധനായ കുഞ്ഞിനോട് അളവറ്റ സ്നേഹവും കരുതലുമാണ് ചൊരിഞ്ഞത്. ഇതുകൊണ്ടാണ് അദ്ദേഹം ആ സമ്പന്നമായ ഹൃദയത്തെ ഉദ്ദേശിച്ചുകൊണ്ട് തന്റെ രക്ഷിതാക്കളാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ദമ്പതികളെന്ന് പരാമർശിക്കുന്നത്. Question B. Why did Srikanth's father believe that education would be his path? എന്തുകൊണ്ടാണ് ശ്രീകാന്തിന്റെ അച്ഛൻ ശ്രീകാന്തിന്റെ ജീവിതമാർഗം വിദ്യാഭ്യാസത്തിലൂടെയാണെന്ന് വിശ്വസിക്കുന്നത്? When Srikanth's father realized that his son didn't fit into farming due to his disability, he believed that education was the best way for him to succeed. തങ്ങളുടെ പരമ്പരാഗതമായ കൃഷിമേഖലയിൽ ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രീകാന്തിന്റെ വൈകല്യം തടസ്സമാണ്. അദ്ദേഹം കൃഷിക്കൊന്നും ഫിറ്റല്ല എന്ന് അച്ഛൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസമാണ് അദ്ദേഹത്തിന്റെ ജീവിത വിജയത്തിന്റെ മാർഗമെന്ന് വിശ്വസിച്ചത്. Question C. How did Srikanth excel as a student at the special school in Hyderabad? ഹൈദരാബാദ് സ്പെഷ്യൽ സ്കൂളിൽ ശ്രീകാന്ത് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എങ്ങനെയൊക്കെയാണ് മുന്നേറിയത്? He excelled at the special school, becoming an outstanding student, earning top ranks and representing India in chess and cricket. ഹൈദരാബാദ് സ്പെഷ്യൽ സ്കൂളിൽ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് വിദ്യാർത്ഥിയായിക്കൊണ്ട്, വളരെ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിക്കൊണ്ട് എക്സാമുകളിലെല്ലാം തന്നെ ടോപ്പ് റാങ്ക്സും കരസ്ഥമാക്കിക്കൊണ്ടാണ് അദ്ദേഹം മുന്നേറിയത്. മാത്രവുമല്ല ക്രിക്കറ്റിലും ചെസ്സിലുമൊക്കെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തുകൊണ്ടും അദ്ദേഹം മുന്നേറി മറ്റുള്ളവരെ പരാജയപ്പെടുത്തി. Question D. Srikanth says that he is not visually impaired but visually challenged. Why? കാഴ്ചയുടെ കാര്യത്തിൽ ഇമ്പയർഡ് ഓർ ഡിസാബിൾഡ് എന്നല്ല സ്വയം അദ്ദേഹം കരുതിയത്, മറിച്ച് വിഷ്വലി ചലഞ്ചഡ്, കാഴ്ചയുടെ കാര്യത്തിൽ വെല്ലുവിളികൾ നേരിടുന്നു എന്നായിരുന്നു അദ്ദേഹം സ്വയം പരിഗണിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് ശ്രീകാന്ത് അങ്ങനെ പറയുന്നത്? He says so because he didn't consider his blindness as a disability. തന്റെ അന്ധതയെ ഒരു ഡിസബിലിറ്റി, ഒരു പോരായ്മയോ അല്ലെങ്കിൽ വൈകല്യമോ ആയിട്ട് അദ്ദേഹം ഒരിക്കലും പരിഗണിച്ചിരുന്നില്ല. But as a challenge he could overcome. അദ്ദേഹത്തിന്
പരാജയപ്പെടുത്താൻ സാധിക്കുന്ന ഒരു വെല്ലുവിളിയായിട്ടാണ് അദ്ദേഹം അന്ധതയെ പരിഗണിച്ചിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നതും. Question E. How did Srikanth overcome the obstacles in pursuing his studies in science? സയൻസ് വിഷയങ്ങൾ പഠിക്കുന്നതിൽ ശ്രീകാന്ത് നേരിട്ട തടസ്സങ്ങളെ എങ്ങനെയാണ് അദ്ദേഹം മറികടന്നത്? After a long legal battle against the government, he was allowed to study science. സയൻസ് പഠിക്കാൻ ഗവൺമെന്റുമായി നീണ്ട നിയമ പോരാട്ടത്തിൽ ഏർപ്പെടേണ്ടി വന്നു ശ്രീകാന്തിന്. ആ പോരാട്ടം വിജയിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് സയൻസ് പഠിക്കാനുള്ള അനുമതി ലഭിച്ചത്. With the help of a mentor who recorded his textbooks on audio, he worked hard and scored 98% in exams. പിന്നീട് അദ്ദേഹം ഒരു മെന്ററിന്റെ സഹായത്താൽ ആ മെന്റർ അദ്ദേഹത്തിന് ടെക്സ്റ്റ് ബുക്കുകളെല്ലാം തന്നെ ഓഡിയോ ഫയലുകളായി റെക്കോർഡ് ചെയ്ത് നൽകി. അദ്ദേഹം വർക്ക്ഡ് ഹാർഡ്, കഠിനമായി അധ്വാനിച്ചു പഠിച്ചു. അതുവഴി സ്കോർഡ് 98% ഇൻ എക്സാംസ്, പരീക്ഷകളിലൊക്കെ 98% സ്കോറും ചെയ്ത് അദ്ദേഹം തന്റെ പോരാട്ടത്തിൽ വിജയിച്ചു. Question F. What do you understand about the attitude of society to disabled individuals when Bolla was a student in school? ശ്രീകാന്ത് ബോല ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ സമൂഹത്തിന് അദ്ദേഹത്തെ പോലെയുള്ള ഡിസാബിൾഡ് ഇൻഡിവിജ്വൽസ്, വൈകല്യം നേരിടുന്ന കുട്ടികളോടുണ്ടായിരുന്ന സമീപനം എന്തായിരുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? സമൂഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്. How did he help to change the situation? അത്തരമൊരു സാഹചര്യത്തെ മാറ്റിയെടുക്കാൻ ശ്രീകാന്ത് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചത്, സഹായിച്ചത്? Society ignored and excluded him because of his disability. തന്റെ വൈകല്യം കാരണം സ്കൂൾ പഠനകാലത്ത് സമൂഹം അദ്ദേഹത്തെ അവഗണിച്ചിരുന്നു, മാറ്റി നിർത്തിയിരുന്നു. സ്കൂളിൽ അധ്യാപകരും ക്ലാസ്മേറ്റ്സ് അടക്കം അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നു. Later he founded a company. എന്നാൽ പിന്നീട് അദ്ദേഹം ജീവിതത്തിൽ വിജയം വരിച്ച് ഒരു കമ്പനി തന്നെ സ്ഥാപിച്ചു. To educate, employ, rehabilitate and reintegrate disabled individuals into society. വൈകല്യങ്ങൾ നേരിടുന്ന സമൂഹത്തെ വിദ്യാഭ്യാസം നൽകാനും അവർക്ക് തൊഴിൽപരമായ സഹായങ്ങൾ, സപ്പോർട്ടുകൾ ചെയ്യുന്നതിനും അവരെ പുനരധിവസിപ്പിക്കുന്നതിനും മാത്രമല്ല റീഇൻറ്റിഗ്രേറ്റ് ഇൻടു സൊസൈറ്റി, സമൂഹത്തിലേക്ക് ചേർത്ത് പിടിക്കുന്നതിനും ഒക്കെ ആയിക്കൊണ്ട് ഒരു കമ്പനി തന്നെ പിന്നീട് ശ്രീകാന്ത് ബൊല്ല സ്ഥാപിച്ചെടുത്തു. Why did Srikanth return to India instead of pursuing opportunities in the corporate sector in the USA? അമേരിക്കയിൽ കോർപ്പറേറ്റ് സെക്ടറിൽ ധാരാളം അവസരങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താതെ എന്തുകൊണ്ടായിരുന്നു ശ്രീകാന്ത് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു പോന്നത്? He wanted to solve the problems faced by disabled people like him in India and build a support system for them. ഇന്ത്യയിൽ അദ്ദേഹത്തെ പോലെ തന്നെ ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ഡിസാബിൾഡ് പീപ്പിൾ, വൈകല്യങ്ങൾ നേരിടുന്ന ആളുകളുണ്ടായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. മാത്രമല്ല അത്തരം ജനങ്ങൾക്ക് വേണ്ടി ഒരു സപ്പോർട്ട് സിസ്റ്റം തന്നെ രൂപീകരിക്കണം, സ്ഥാപിക്കണം എന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഇക്കാരണങ്ങൾ കൊണ്ടാണ് തനിക്ക് ലഭിക്കുമായിരുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താതെ അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു പോന്നത്. Question H. What do you think the word reintegrate means in this context? ഈ കോണ്ടെക്സ്റ്റിൽ, ഈ സന്ദർഭത്തിൽ റീഇൻറ്റഗ്രേറ്റ് എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? It means bringing disabled people back into society as equal and active members, not separating or isolating them. റീഇൻറ്റഗ്രേറ്റ് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് വൈകല്യങ്ങൾ നേരിടുന്ന ഒരു സമൂഹത്തെ സൊസൈറ്റിയിൽ നിന്നും മാറ്റി നിർത്താതെ, അവരെ വേർപെടുത്താതെ സമൂഹത്തിന്റെ തന്നെ ഭാഗമാക്കി തിരിച്ചു കൊണ്ടുവരിക, അവരെ ഈക്വലായിട്ടും ആക്റ്റീവ് മെമ്പേഴ്സായിട്ടും പരിഗണിക്കുക എന്നൊക്കെയാണ് റീഇൻറ്റഗ്രേറ്റ് എന്ന പദം കൊണ്ട് ഈ കോണ്ടെക്സ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. Now there are two other questions under Let's Rewind. ഇവിടെ ലെറ്റ്സ് റിവൈൻഡ് എന്നുള്ള ഹെഡിങ്ങിന് താഴെ 2 ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. എക്സാമിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യനായി ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണിവ. Question 1. What were the challenges Srikanth faced in his education and how did he overcome them? തന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ശ്രീകാന്ത് നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? എങ്ങനെയാണ് അവയൊക്കെ അദ്ദേഹം തരണം ചെയ്തത്? Srikanth faced many challenges in his education.
He had to trek a long distance to reach school and was ignored by both teachers and classmates. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ധാരാളം വെല്ലുവിളികൾ ശ്രീകാന്ത് നേരിട്ടിരുന്നു. വീട്ടിൽ നിന്നും വളരെ അകലെയുള്ള ഒരു സ്കൂളിലേക്ക് അദ്ദേഹത്തിന് നടന്നു പോകേണ്ടി വന്നിരുന്നു. സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സും ക്ലാസ്മേറ്റ്സ് പോലും അദ്ദേഹത്തെ അവഗണിച്ചു. For 2 years, he sat on the last bench and felt like the poorest child in the world because of loneliness and isolation. 2 വർഷക്കാലം അദ്ദേഹത്തിന് ക്ലാസ്സിലെ അവസാന ബെഞ്ചിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണെന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി. സമ്പത്തിന്റെ കാര്യത്തിലായിരുന്നില്ല അത്, മറിച്ച് ബിക്കോസ് ഓഫ് ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ, ഏകാന്തതയും മാറ്റി നിർത്തലും. ഈ ഒരു കാരണത്താൽ അദ്ദേഹം പോറസ്റ്റ് ചൈൽഡ് എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിൽ തോന്നിപ്പോയിരുന്ന ഒരു കാലമായിരുന്നു അത്. Later, when he scored over 90% in 10th grade and wanted to study science, the AP State Board said he could only take arts because he was impaired. പിന്നീട് അദ്ദേഹം മുന്നേറി 90% മാർക്കോട് കൂടി 10th ഗ്രേഡ് പാസ്സായപ്പോഴും സയൻസ് വിഷയം എടുത്ത് പഠിക്കുന്ന കാര്യത്തിലും അദ്ദേഹത്തിന് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. AP സ്റ്റേറ്റ് ബോർഡ്, ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡ് അദ്ദേഹത്തിന് സയൻസ് വിഷയങ്ങൾ നിഷേധിച്ച് ആർട്സ് വിഷയങ്ങൾ എടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞു. കാരണം ബിക്കോസ് ഹി വാസ് ഇംപയർഡ്, അദ്ദേഹം ഡിസാബിൾഡ്, ബ്ലൈൻഡ് ആയിരുന്നു, വൈകല്യമുള്ള അന്ധനായിരുന്നു. ഈ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടവിഷയമായ സയൻസ് പോലും അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടത്. He had to fight legally against the government to study science. സയൻസ് പഠിക്കാൻ എന്നാൽ അദ്ദേഹത്തിന് ഗവൺമെന്റുമായി നീണ്ട നിയമ പോരാട്ടത്തിൽ ഏർപ്പെടേണ്ടി വന്നു. Though at his own risk, അവസാനം സ്വന്തം റിസ്കിൽ അദ്ദേഹത്തിന് സയൻസ് പഠിക്കേണ്ടി വന്നു. With a mentor's help, recording his textbook on audio, he studied hard and scored 98% in his exams. എന്നാൽ ഒരു മെന്ററുടെ സഹായത്താൽ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം തന്നെ ഓഡിയോ ഫയലുകളായി റെക്കോർഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം കഠിനമായി പ്രയത്നിച്ച് പഠിച്ചു. 98% സ്കോർ ചെയ്തുകൊണ്ട് അദ്ദേഹം എക്സാമുകളും പാസ്സായി. Again, top institutions like IITs rejected him. എന്നിട്ടും ഇന്ത്യയിലെ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, IIT പോലുള്ള സ്ഥാപനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചില്ല, അദ്ദേഹത്തിന് അഡ്മിഷൻ നൽകിയില്ല. But he got into top US universities. എന്നാൽ അമേരിക്കയിലെ ഉയർന്ന പല യൂണിവേഴ്സിറ്റികളും അദ്ദേഹത്തെ സ്വീകരിച്ചു. അവസാനം he joined MIT, മെസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ MITയിൽ അദ്ദേഹം ജോയിൻ ചെയ്തു, becoming its first international blind student. അങ്ങനെ MITയുടെ ഏറ്റവും ആദ്യത്തെ അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള അന്ധവിദ്യാർത്ഥിയായി അദ്ദേഹം മാറുകയും ചെയ്തു. ഇതുപോലെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 2. What motivated Srikanth to return to India? What did he do on his return? എന്തായിരുന്നു ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു പോരാൻ ശ്രീകാന്തിനെ മോട്ടിവേറ്റ് ചെയ്തത്, പ്രേരിപ്പിച്ചത്? അദ്ദേഹം തിരിച്ചു വന്ന് എന്താണ് ഇവിടെ ചെയ്തത്? While studying at MIT, Stanford, the USA, Srikanth began to think deeply about his future. അമേരിക്കയിലെ MITയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വളരെ ഗഹനമായിട്ട് തന്നെ തൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും തുടങ്ങിയിരുന്നു. He asked himself questions like, why should blind children be made to sit on the last bench? And why should 10% of India's population who are disabled be excluded from the economy? അദ്ദേഹം സ്വയം ചോദിച്ചിരുന്ന ചില ചോദ്യങ്ങൾ. അന്ധവിദ്യാർത്ഥികളെ എന്തുകൊണ്ട് ക്ലാസ് റൂമിൽ അവസാന ബെഞ്ചിൽ ഇരുത്തണം? ഇന്ത്യൻ ജനസംഖ്യയിൽ 10% വരുന്ന ഡിസാബിൾഡ് ആയിട്ടുള്ള ഒരു ജനവിഭാഗത്തെ ഇന്ത്യൻ ഇക്കോണമിയിൽ നിന്നും എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു? ഇത്തരം ചോദ്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിൽ ഉയർന്നിരുന്നു. ദീസ് തോട്ട്സ് മെയ്ഡ് ഹിം റിട്ടേൺ ടു ഇന്ത്യ. ഇത്തരം ചോദ്യങ്ങളും ചിന്തകളുമാണ് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പ്രേരിപ്പിച്ചത്. ഗിവിംഗ് അപ്പ് ഓൾ ഓപ്പർച്യൂണിറ്റീസ് ഇൻ കോർപ്പറേറ്റ് അമേരിക്ക. അദ്ദേഹത്തിന് അമേരിക്കയിൽ ലഭ്യമാകുമായിരുന്ന എല്ലാ അവസരങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം അത്തരമൊരു തീരുമാനവും എടുത്തത്. On his return, he built a strong support system for the disabled. അങ്ങനെ തിരിച്ചെത്തി ഇന്ത്യയിലെ ഡിസാബിൾഡ് വിഭാഗത്തിന് സപ്പോർട്ടാകുന്ന, സഹായകരമാകുന്ന, പിന്തുണ നൽകുന്ന ഒരു സിസ്റ്റത്തിന് അദ്ദേഹം രൂപം നൽകി. He co-founded Bolan Industries. അദ്ദേഹം മറ്റൊരു സുഹൃത്തുമായി
പാർട്ട്ണർഷിപ്പിൽ ബൊലാൻഡ് ഇൻഡസ്ട്രീസ് എന്ന ഒരു വ്യവസായ സംരംഭത്തിന് തുടക്കം കുറിച്ചു. എ കമ്പനി ദാറ്റ് ഫൈൻഡ്സ്, rehabilitates, nurtures and reintegrates disabled individuals into society. അദ്ദേഹം സ്ഥാപിച്ച ബൊലാൻഡ് ഇൻഡസ്ട്രീസ് ഒരു കമ്പനിയായിരുന്നു. ആ കമ്പനി ഇന്ത്യയിലെ ഡിസാബിൾഡ് സമൂഹത്തെ കണ്ടെത്താനും അവരെ പുനരധിവസിപ്പിക്കാനും, നേർച്ചേഴ്സ്, അവർക്കാവശ്യമായ വളർച്ചയ്ക്കാവശ്യമായ വിജയങ്ങൾക്കാവശ്യമായ ശക്തി പകരാനും പിന്തുണ നൽകാനും, അതിലൊക്കെ ഉപരിയായി റീഇൻറ്റഗ്രേറ്റ്സ് ഡിസാബിൾഡ് ഇൻഡിവിജ്വൽസ് ഇൻ ടു സൊസൈറ്റി, സമൂഹത്തിലേക്ക് തന്നെ വൈകല്യം നേരിടുന്ന വിഭാഗത്തെ സമൂഹത്തിലേക്ക് തന്നെ ചേർത്ത് പിടിക്കാനും അവരെ ഈക്വലായി പരിഗണിച്ച് അവരെ മാറ്റി നിർത്താതെ സമൂഹത്തിന്റെ ഭാഗമാക്കാനും ഒക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു ബൊലാൻഡ് ഇൻഡസ്ട്രീസ് അദ്ദേഹം സ്ഥാപിച്ചത്. The company has supported over 3,000 students and employs more than 150 disabled individuals. വിദ്യാഭ്യാസ മേഖലയിൽ കമ്പനി ഇപ്പോൾ തന്നെ 3000-ലധികം വിദ്യാർത്ഥികൾക്ക് സഹായം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കമ്പനിയിൽ 150-ലധികം ഡിസാബിൾഡ് ഇൻഡിവിജ്വൽസ്, വൈകല്യം നേരിടുന്ന തൊഴിലാളികൾ ജോലിയും ചെയ്യുന്നു. The company is still at the initial stage of its growth. ഇപ്പോഴും ആ കമ്പനി അതിന്റെ വളർച്ചയുടെ തുടക്കഘട്ടത്തിൽ തന്നെയാണ്. വിത്ത് മച്ച് മോർ ടു ഡു, ഇനിയും ധാരാളം കമ്പനിക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്ന് അവർ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുന്ന ഈ ലെസന്റെ സമ്മറി. ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻഡ് ദെയർ ആൻസേഴ്സ് ഇവിടെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്സാമുകളിൽ സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂ സ്പോട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. Thanks for watching.